ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്ന് 15 ലക്ഷം രൂപ കൊള്ളയടിച്ച കേസിലെ പ്രതി റിജോ ആന്റണിയെ ഇന്ന് ബാങ്കിലെത്തിച്ച് തെളിവെടുക്കും. മോഷണത്തിന് ഉപയോഗിച്ച കത്തിയും വസ്ത്രങ്ങളും പോലീസ് കണ്ടെടുത്തു. അതേസമയം ബാങ്ക് മാനേജർ മരമണ്ടനാണെന്നും കത്തി കാട്ടിയ ഉടൻ മാറി തന്നുവെന്നും പ്രതി പോലീസിന് മൊഴി നൽകി. പ്രതിയെ ഉടൻ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ആസിഫ് മുഹമ്മദാണ് ചേരുന്നത്. ആസിഫ്, എപ്പോഴേക്കാകും പ്രതി റിജോയെ പുറത്തേക്ക് ഇറക്കുക? അതിനുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായും അല്പസമയത്തിനകം തന്നെ പ്രതി റിജോയെ പുറത്തേക്ക് എത്തിക്കും. നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് വൈദ്യപരിശോധന, അതോടൊപ്പം തന്നെ ഇന്നലെ ഈ റിജോ നേരത്തെ പണം കടം വാങ്ങിയ ആൾക്ക് 2,94,000 രൂപ തിരിച്ചു നൽകിയിരുന്നു. ആ ആളുടെ വീടിലേക്കും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് എത്തുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ ഒരു പണം റിക്കവർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രതിയുമായി പോലീസ് അത്തരത്തിൽ ആ വീട്ടിലേക്ക് കൂടി എത്തിയതിനു ശേഷമായിരിക്കും, അണ്ടനാട് സ്വദേശിയുടെ വീട്ടിലേക്ക് കൂടി എത്തിയതിനു ശേഷമായിരിക്കും പോലീസ് മറ്റ് സ്ഥലങ്ങളിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2,94,000 രൂപയാണ് ഇത്തരത്തിൽ റിജോ ഇയാൾക്ക് തിരികെ നൽകിയിരുന്നത്. എന്തായാലും ഇയാളെ പിടികൂടിയ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ ഈ പണം തിരികെ നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ഈ അണ്ടനാട് സ്വദേശി പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ റിജോ ഇറക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റിജോ ഈ പോലീസ് നടപടികൾ പൂർത്തീകരിക്കുന്ന സമയത്ത് റിജോ ഈ കരയുകയടക്കം ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യുമായിരുന്നു. പോലീസിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരപ്രകാരം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് റിജോയിലേക്ക് എത്തുന്നതിന് ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ചില നാട്ടുകാരായ സ്ത്രീകളുടെ അടക്കമുള്ള മൊഴികൾ നിർണായകമായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ CCTV പോലീസ് പല ആളുകളെയും കാണിച്ച ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ അറിയാമോ എന്ന്, അല്ലെങ്കിൽ ഈ ശരീരപ്രകൃതിയുള്ള ആളുകളെ അറിയാമോ എന്ന് അന്വേഷിച്ചിരുന്നു. ആ സമയത്താണ് അവിടെ വഴിയാത്രക്കാരിയായിരുന്ന ഒരു സ്ത്രീ ഇതിന് സമീപത്ത് ഇത്തരത്തിൽ ഒരാൾ താമസിക്കുന്നുണ്ട് എന്നുള്ള വിവരം നൽകുകയും ചെയ്യുന്നത്. പോലീസ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അതും സഹായകമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ റിജോ ആന്റണിയെ പുറത്തേക്ക് ഇറക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇപ്പോൾ റിജോ ആന്റണിയുമായി പോലീസ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്തായാലും ഇപ്പോൾ ജീപ്പിലേക്ക് കയറ്റി മറ്റ് നടപടികളിലേക്കടക്കം കടക്കേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ റിജോയെ ജീപ്പിലേക്ക് കയറ്റി ഇനി മെഡിക്കൽ പരിശോധനയും മറ്റ് നടപടികളുമായി ബന്ധപ്പെട്ട് പോവേണ്ടതുണ്ട്. ആ നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയൊരു പോലീസ് സന്നാഹം സ്ഥലത്തുണ്ട്. കാരണം വെളിയിലും മറ്റും നാട്ടുകാരടക്കം കാണാനും മറ്റുമായി നിരവധി ആളുകൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് കൂടുതൽ പോലീസ്, അതായത് 2 ജീപ്പ് പോലീസും അതുപോലെ തന്നെ വാനിലും പോലീസും അടക്കം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും ഇപ്പോൾ റിജോയുമായുള്ള വാഹനം ചാലക്കുടി പോലീസ് സ്റ്റേഷന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ചാലക്കുടി DYSP അടക്കമുള്ളവരാണ് ഈ സംഘത്തിൽ ഉള്ളത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും നടപടികളെല്ലാം പൂർത്തിയാക്കി പെട്ടെന്ന് തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുക. എന്തായാലും പോലീസ് വാഹനം എന്തായാലും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി ഇവിടെ നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെഡിക്കൽ പരിശോധന, അതോടൊപ്പം തന്നെ ഇന്നലെ പണം തിരികെ നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് എന്തായാലും ആ വാഹനത്തെ അവിടെ പണം റിക്കവറി അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഘട്ടം, അതായത് മുഴുവൻ തുകയും 15 ലക്ഷം രൂപയും പൂർണ്ണമായ രീതിയിൽ തന്നെ കണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. പോലീസ് മനസ്സിലാക്കുന്നതനുസരിച്ച് ഏകദേശം 10,000 രൂപ മാത്രമാണ് ഇയാൾ പൂർണ്ണമായ രീതിയിൽ ചെലവഴിച്ച് കളഞ്ഞിട്ടുള്ളത് എന്നാണ് പോലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മറ്റ് പണം മുഴുവൻ തിരികെ പിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് എന്തായാലും പോലീസിന് ഉള്ളത്. ബാക്കി മദ്യം വാങ്ങാനും മറ്റുമാണ് ഇയാൾ. ആസിഫ്, എന്തായാലും ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്ന് 15 ലക്ഷം രൂപ കൊള്ളയടിച്ച കേസിലെ പ്രതി റിജോ ആന്റണിയെ ഇപ്പോൾ പോലീസ് വൈദ്യപരിശോധനയ്ക്കായി പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതിനുശേഷം പണം തിരിച്ചെടുക്കുന്നതടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് പ്രതിയുമായി പോകും. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട്. അക്കാര്യത്തിലേക്കെല്ലാം ഇപ്പോൾ പ്രതിയുമായി പോലീസ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്.